ഇന്നലെ ചൂണ്ടയിട്ട് കൊണ്ടുവന്ന മീനാണ്, കളിമീനെന്നാണ് ഇതിൻ്റെ പേര്. എല്ലാവർക്കും ഇത് അറിയാവോ, എല്ലാവരും ഇത് കൂട്ടാറുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അപ്പോൾ ഇത് തേങ്ങാക്കറി ആക്കാനാക്കും. ഇവിടെ പിള്ളേർക്കൊക്കെ കുട്ടികൾക്കൊക്കെ ഇഷ്ടം തേങ്ങാക്കറിയാണ്. അപ്പം മക്കൾ തേങ്ങാക്കറി ആണെങ്കിൽ ഇത്തിരി ഒരു 1-2 നേരമൊക്കെ ഫുഡ് കഴിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യും. അപ്പം തേങ്ങ ആവശ്യത്തിനുള്ള തേങ്ങ തിരുവി, പിന്നെ അതിലേക്ക് വേണ്ടുള്ള തക്കാളി, ഒരു തക്കാളി ഉള്ളായിരുന്നു കേട്ടോ. കറിക്ക് പച്ചമുളകില്ല. പിന്നെ അപ്പം നമ്മൾ അതിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത്, 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത്, പിന്നെ ഒരു തക്കാളി, ഒരു തക്കാളി ഉള്ളത് നമ്മൾ ഇതിലേക്ക് അരിഞ്ഞിട്ട്, പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമ്മൾ മിക്സിയിലേക്ക് നല്ലപോലെ അരച്ച തക്കാളി കറിയിലേക്ക് ഇട്ട് കൊടുത്താൽ കുഞ്ഞുങ്ങളെല്ലാം ഓരോ തക്കാളി എന്നും പറഞ്ഞ് എല്ലാവരും എടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തക്കാളി അരച്ചങ്ങ് ചേർത്താൽ എല്ലാവർക്കും അത് ആ തക്കാളിയുടെ രുചി അതിലേക്ക് ചെല്ലും. അതുകൊണ്ട് ഇവിടെ തക്കാളി എല്ലാവരും അരച്ചാണ് മിക്സിയിലെടുക്കുന്നത്. പിന്നെ അതെല്ലാം നമ്മൾ ഈ കറി അരപ്പുകളെല്ലാം ചട്ടിയിലേക്ക് ഒഴിച്ചെടുത്തിട്ട് ആവശ്യത്തിന് പാകമായ പുളി, ഇവിടെ പുളി കൂടുതൽ അത്യാവശ്യം പുളി ഉണ്ടെങ്കിലേ ഇവിടെ ഇക്കാക്കും മക്കൾക്കും ഒക്കെ ഇഷ്ടപ്പെടത്തുള്ളൂ. അപ്പം നമ്മൾ ഇച്ചിരി പുളി കൂട്ടി അങ്ങ് എടുക്കും. ഉപ്പും വേണം, പുളിയും വേണം. എത്ര കുറച്ചെടുത്താൽ പുളി കുറച്ചാലും ഉപ്പ് കുറച്ചാലും ഇവിടെ കറിക്ക് രുചിയില്ല. ഇത് തന്നെ എല്ലാവരും. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ കേട്ടാ, ഞാൻ പറഞ്ഞൊന്നും മനസ്സിലാവോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. എന്നാലും എൻ്റെ ഒരു ഇതിന് ഞാൻ സംസാരിച്ചു. പിന്നെ കറി ഞാൻ ഇടയ്ക്ക് മക്കളൊക്കെ നിസ്കരിച്ചിട്ട് വന്നുകൊണ്ട് എനിക്ക് കറി താളിച്ചൊഴിക്കുന്നതൊന്നും കാണിക്കാൻ പറ്റത്തില്ല. അവർക്ക് വിശക്കുന്നു എന്നുള്ള ബഹളമായിരുന്നു. പിന്നെ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കറി നല്ലപോലെ പാകമായിട്ടുണ്ട്. അപ്പം നമ്മൾ പിന്നെ ആ കറിയങ്ങ് ഇറക്കി വെച്ച്, പിന്നെ അന്നത്തെ ദിവസം തന്നെ എല്ലാവർക്കും മീൻ കറിയൊക്കെ ഇഷ്ടപ്പെട്ട് എല്ലാവരും കഴിച്ച്. കളിമീനായതുകൊണ്ട് കുഞ്ഞുങ്ങൾ കൂടുതൽ കഴിച്ച്. പിറ്റേ ദിവസം നമ്മൾ ആ കറി ഇന്നത്തെ ബാലൻസ് വരുന്നത് നമ്മൾ പിറ്റേന്ന് എടുക്കുമല്ലോ. അത് മോളാണ് ഏറ്റവും കൂടുതൽ കഴിച്ചിരുന്നത്. പിറ്റേ ദിവസം കലക്കിച്ചിട്ട് മൈദാമാവ് നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് മുട്ടയൊക്കെ ചേർത്ത് അടിച്ച് കലക്കി പഞ്ചസാരയൊക്കെ ഇട്ടാണ് ചേർത്തത്. പക്ഷേ ചെറിയ മധുരമൊക്കെ ചേർക്കാറുള്ളൂ. പക്ഷേ നമ്മൾ ഇന്നലെ വെച്ച കറിയുടെ ടേസ്റ്റ് ഉണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പിള്ളേർക്കൊക്കെ മീനും കറിയൊക്കെ വേണം. മധുരമുള്ള ലൈറ്റ് മധുരമല്ലേ ഉള്ളൂ. അപ്പോൾ ആ ലൈറ്റ് മധുരം പാലാടയിൽ തന്നെ മക്കൾ മോനും മോളും, മൂത്താൾ നാഫിസും നൈബുമാണ് ഇത് കഴിക്കാൻ വേണ്ടി മെയിനായിട്ട് നിന്ന്. പിന്നെ നയാഫിന് പിന്നെ പഞ്ചസാരയാണ് ഇഷ്ടം. പഞ്ചസാര അവൻ്റെ മുമ്പിൽ ഒരു 5 കിലോ മേടിച്ചുകൊണ്ട് വന്ന് കൊടുത്താൽ ഒറ്റയടിക്ക് പഞ്ചസാര കഴിക്കും. അപ്പോൾ നമ്മൾ അപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഇത്ത വരുമായിരുന്നു. ചായത്ത വന്ന് പുളിയോ വെളിച്ചെണ്ണ അങ്ങനെയുള്ള, പിന്നെ കൊച്ചു ക്ലിപ്പ്, നമ്മളെ പോലുള്ള വീട്ടമ്മമാർക്ക് പിന്നെ കടയിൽ പോയി മേടിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് നമ്മൾ ഈ തടയിൽ തന്നെ കൊച്ചു ക്ലിപ്പ്, മക്കൾക്ക് വരുന്ന വള മാല അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. അപ്പോൾ അയത്തടയിൽ നിന്ന് പുളി ചോദിച്ചായിരുന്നു. അപ്പോൾ അയത്തടന്ന് മക്കളെ അങ്ങ് റോഡിൽ ഫ്ലാറ്റ് ഉണ്ട് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ അവിടെ വണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ടാണ് സാധനങ്ങൾ കൊണ്ടുവരുന്നത്. കൊച്ചു ബ്ലീച്ച്, വിമ്മു അങ്ങനെയൊക്കെയുള്ള ഐറ്റംസുകളുണ്ട്. അപ്പോൾ മോൻ പോയി പുളി മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ അവർ ഒരുപാട് നേരം നിന്ന് കളിച്ചതിലേക്ക് കൂടുതൽ അവർ അടികൂടലാണ് നടത്തുന്നത്. എപ്പോഴും അടികൂടൽ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവർ കുളിച്ചിട്ട് ലോഹർ നമസ്കാരം നിസ്കരിക്കാൻ പള്ളിയിൽ പോയി.